രണ്ട് കാര്യമുള്ളൂ. ഒന്ന് സുഖം, നരകം കാണാൻ ഒരൊറ്റ നിമിഷം സുഖം കാണാൻ അവന്റെ ജീവിതം മുഴുവനും അത് കാവിയാറിച്ച് കത്തി പോലിച്ച് ഭക്ഷണം കഴിച്ച് ആശ്രയിച്ച് പറഞ്ഞിട്ടില്ല. ആരും ചിക്കനുണ്ടാക്കിയോ അപ്പൊ എന്താണ് നമ്മളിപ്പോൾ എന്താണ് ബഹുമാനങ്ങളും നിന്റെ അർത്ഥം എന്താണ് വിധിച്ച കാലമാണ്. ഞാൻ നിങ്ങൾക്ക് പരാജയപ്പെട്ട കാലമാണ്. അപ്പൊ എന്റെ ചെറുപ്പക്കാർ നിങ്ങൾ എന്താണ് ഏത് സമയത്തും ഞാൻ നിങ്ങൾക്ക് പോകേണ്ടതാണ്. ഒരു നിമിഷം പിടിക്കാൻ കഴിഞ്ഞാൽ ഈ ഒരു നിമിഷത്തിലാണ് പറയുന്ന കാണുമ്പോൾ കേൾക്കുന്ന എല്ലാ കാര്യത്തിലും നോക്കിച്ചോളണം, നിഷ്കരിച്ചു കൊള്ളണം, അതുപോലെ ജക്കാത്ത് കൊടുത്തുകൊള്ളണം, കൈകളൊക്കെ പരിശീലിച്ചുകൊള്ളണം, ബഹുമാനിക്കുന്നവരെ ബഹുമാനിച്ചു കൊള്ളണം, ബഹുമാനിക്കപ്പെടേണ്ട വസ്തുവിൽ ബഹുമാനിക്കപ്പെടേണ്ട മാസത്തിൽ ബഹുമാനിക്കണം. ഇതെല്ലാം അള്ളാഹുവിന്റെ നിയമമാണ്. ഒരു ഇന്ത്യ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ഒരു സംഘടന നിയമമാണെങ്കിൽ എന്താണെന്ന് പോകാം. പക്ഷേ അള്ളാഹുവിന്റെ നിയമത്തെ മറിയം നടന്നു കഴിഞ്ഞാൽ പരിധി വിട്ട് പുറത്തു പോയാൽ അള്ളാഹുവിന്റെ സഹായമോ ഔലിയാക്കന്മാർ അവരെ ഒരു നോക്കണം. അവരെ ശ്രദ്ധിക്കണം. ഇതിന് വളരെ മോശമായ അന്തരീക്ഷമാണ്. നമുക്ക് ഇനി വരുന്ന ഉണർവ് മുഴുവൻ മാരകമായ ഭൂമി ശിക്ഷിച്ചുകൊണ്ടിരിക്കുക. ഏത് സമയത്ത് എന്തും എന്താണ് നമുക്കൊരു നിമിഷമേ ഉള്ളൂ. ഒരു നിമിഷം കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ദീർഘമായ ഒരു നിലപാട് അറിയാതെ നമ്മളോട് കേട്ടത് നിങ്ങൾ എവിടെ വെച്ച് മാർഗണ്ടാണെന്നല്ല ഓണം പിടിക്കും, ഏത് സ്ഥലത്ത് വെച്ച് പിടിക്കും, എപ്പോഴും പിടിക്കും, ഇങ്ങനെ പിടിക്കുന്നത് നമുക്ക് പിടിക്കാൻ പറ്റും. അവിടെ ശ്രദ്ധിക്കണം. ഞങ്ങൾക്ക് ഓടിക്കുള്ളതല്ല ശരിയാണ്. മാനമുള്ള മുന്നിങ്ങളെ എല്ലാം റഹ്മത്താണ്. ഇപ്പോൾ എനിക്ക് നിങ്ങൾക്കെല്ലാം കാണുന്നത് റഹ്മത്താണ്. മാനമുള്ള മുന്നിങ്ങളെ നിങ്ങളൊന്ന് അരബിയിലേക്ക് പോയി ഗർഭയിലേക്ക് പോയി നോക്കി കണ്ണില്ലാത്തവരുണ്ട്, കണ്ണിന് കാഴ്ചയില്ല, രണ്ട് കൈകാലില്ലാത്തവരുണ്ട്. അവരെക്കൂടെ നോക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ എത്ര ശുക്ർ ചെയ്യാൻ മതിയാവുന്ന ആലോചിക്കണം. കണ്ണിന് കാഴ്ചയില്ല, അവരെ കാഴ്ച കിട്ടിയാൽ അവർ സന്തോഷമായിരിക്കും. രണ്ട് കൈയില്ല, രണ്ട് കാലില്ല. നമ്മൾ ആലോചിക്കും, എനിക്കും നിങ്ങൾക്കും കൈ കാണുന്നുണ്ട്. എത്ര അനങ്ങത്തെ അള്ളാഹുവിനെ ശ്രദ്ധിക്കുക മതിയാവോ? അള്ളാഹ് ഒരു നിമിഷമേയുള്ളൂ. ഒരു നിമിഷം അള്ളാഹ് ഏത് നിലവും ചെയ്യാം, എങ്ങനെയും ചെയ്യാം. അല്ല ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. എനിക്ക് തെറ്റ് ചെയ്താലോ ആരെ ശിക്ഷിക്കുന്നത്?